ഈ ആഴ്ച ബിഗ് ബോസ് കൊടുത്ത ഈ ടാസ്ക് പല രീതിയിൽ കളിക്കാം. നൂറയുടെ ടീം ഇന്ന് കളിച്ചത് മാക്സിമം അവർ ഹാർഡ് വർക്ക് ചെയ്ത് കളിച്ചു. കാരണം എല്ലാവരും ഇത്രയും സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും 25 ചെരുപ്പ് അതിന്റെ ഇടയിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ജിഷിന്റെയും ബിന്നിയുടെയും ആദിലയുടെയും സപ്പോർട്ട് എടുത്ത് പറയും വേണം. പക്ഷെ എന്നിരുന്നാലും ഈ ഗെയിം നൂറയ്ക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കളിക്കാമായിരുന്നു. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ ഇവിടെ നൂറ ഒരു മൈൻഡ് ഗെയിമറായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നൂറയ്ക്ക് കളിക്കാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ടാസ്കിനകത്ത്. അക്ബർ എന്ന് പറയുന്ന തൊഴിലാളി നേതാവ് റിബലാണ്. അയാളാണ് ഓരോരുത്തർ എന്തൊക്കെ ജോലി ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ നൂറ ആദ്യം ചാക്കിടേണ്ടത് അക്ബറിനെയാണ്. അക്ബറിനെ കൂട്ടുപിടിച്ച് ജിഷനെയും കൂടെ ചേർന്നുകൊണ്ട് ഇവർ 3 പേരും ചേർന്ന് ഒരു ടീം ഉണ്ടാക്കുക. ടീം ഉണ്ടാക്കിയിട്ട് നൂറ അവർക്ക് വാഗ്ദാനം ചെയ്യണം, നിങ്ങൾ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ, ടാസ്ക് പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ കോയിൻസ് തരുന്നത്, മാത്രമല്ല ബ്ലാക്ക് നിങ്ങൾക്ക് തരികയുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരുമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ജിഷിനെയും ഈ പറയുന്ന അക്ബറിനെയും കൂടെ നിർത്തിയാൽ മതിയായിരുന്നു. ബാക്കിയുള്ള തൊഴിലാളികൾ ഇത് അറിയുകയുമില്ല. നൈസായിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, അവരിൽ ആർക്കെങ്കിലും ഒക്കെ 1-2 കോയിൻസ് ഒക്കെ കൊടുത്ത് കൂടുതൽ അക്ബറിനും ജിഷിനും കൊടുത്ത് അവരെ കൂടെ നിർത്തി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ടാസ്ക് കുറച്ചും കൂടെ നൂറയ്ക്ക് അനുകൂലമായിട്ട് ചെയ്യാൻ പറ്റിയേനെ. പക്ഷെ ഇതൊരു പോസിബിലിറ്റിയാണ്. കാരണം അക്ബർ ഒട്ടും മണ്ടനൊന്നുമല്ല, അക്ബറിന് നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്. അക്ബർ നൂറെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നൂറ ചിലപ്പോൾ നൂറയ്ക്ക് ഇതിലും വലിയ എന്തോ മെച്ചം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കി ഓവർ തിങ്ക് ചെയ്തിട്ട് അക്ബർ ചിലപ്പോൾ വേറെ പ്ലാൻ ഉണ്ടാക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നൂറയുടെ കൂടെ നിൽക്കുന്ന പോലെ അഭിനയിച്ച് അക്ബർ ലാസ്റ്റ് നൂറയ്ക്കിട്ട് പണിയെടുക്കാനുള്ള ഒരു സാധ്യതയും ഇവിടെ ഉണ്ട്. പറയുമ്പോൾ നമ്മൾ 2 വശവും പറയണം. നൂറയ്ക്ക് ഇങ്ങനെ കളിക്കാമായിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അക്ബറും ഇതിന്റെ ഉള്ളിൽ കൂടി വേറെ കളി കളിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി അടുത്തത് നൂറയ്ക്ക് അഭിലാഷിനെ വേണമെങ്കിൽ കൂടെ നിർത്താൻ പറ്റുമോ എന്നുള്ളതാണ്. അഭിലാഷിനെ കൂടെ നിർത്തിയാൽ അഭിലാഷ് തിരിച്ചു പണിയും. മുമ്പത്തെ ടാസ്കിൽ ഈ പവർ കിട്ടിയ ടാസ്കിൽ നൂറ കൊടുത്ത പണിയാണല്ലോ. അഭിലാഷിന് പവർ ഒന്നും കൊടുത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും കൂടെ നിന്നാലും അഭിലാഷ് തിരിച്ചു പണിയും. ഒണിയിലും തിരിച്ചു പണിയും, ഒരു സംശയം വേണ്ട. അഭിലാഷ് ഒണിയിൽ ഒറ്റക്കെട്ടാണ്. പിന്നെ ഉള്ളത് ലേഡി കണ്ടസ്റ്റന്റ്സിനെയാണ്. അവരെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ഇന്ന് തന്നെ നമ്മൾ കണ്ടതാണ് മസ്താനി കോയിൻ വാങ്ങിച്ചതിന് ശേഷം പണി ചെയ്യാതെ മാറി നിന്നത്. അപ്പൊ അതുകൊണ്ട് അവരെയും വിശ്വസിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നൂറയുടെ മുമ്പിൽ